ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം അതാണെങ്കില് അത് താനെ തെളിഞ്ഞോളും. നമ്മളൊന്ന് ചെറുതായിട്ട് വഴിവെട്ടി കൊടുത്താ മതി. മോളൊരു കാര്യം ചെയ്യ, ഇത് ചൂടോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയാ. നമുക്കിപ്പൊ തന്നെ ഒരു പണി നോക്കിയാലോ? എന്താ? നീ വാ. താഴേക്ക് വീഴല്ലേ, സൂക്ഷിച്ചോണേ. നീ എല്ലാം നോക്കിയില്ലേ? ഇനി നീ ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങാം. മുത്തശ്ശി ഒന്ന് പിടിച്ചേ. പതുക്കെ ഇറങ്ങണേ, വീഴല്ലേ. മുത്തശ്ശി, മുത്തശ്ശി ഞാൻ ബൾബിട്ടു. പിന്നെ പിള്ളാ കുഞ്ഞാണെന്ന് കരുതി ഇതിലൊന്നും വലിഞ്ഞു കയറാൻ നിക്കണ്ട. വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയാലുണ്ടല്ലോ. മര്യാദയ്ക്ക് അവിടെ ചെന്ന് ഇരിക്കേ കൊച്ചേ. കാലൊന്നും ഉളുക്കി എവിടെങ്കിലും കിടന്നു പോയാലേ നോക്കാൻ ഇവിടെ ആരുമില്ല. അടങ്ങി അവിടെ ഇരുന്നേ. അതെ, ഈ ബൾബ് കത്തുന്നുണ്ടായിരുന്നില്ല, അതൊന്നും മാറ്റിയതാ. ഞാൻ മാറ്റിക്കൊണ്ടിരുന്നപ്പോ അവള് ചാടി അങ്ങ് കേറി. കുഞ്ഞു മനസ്സല്ലേ? അതെ, കുഞ്ഞു മനസ്സാ. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതീ കൊച്ചു പിള്ളാരെ നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടാ അതെടുക്കുകയും പിടിക്കുകയും അതിനകത്ത് കൈയിടുകയൊക്കെ ചെയ്യില്ലേ? ഇവള് തന്നെ പണ്ടൊരിക്കലേ ആ ബൾബിടുന്ന സ്ഥലത്ത് കൈയിട്ട് നോക്കിയിട്ടുണ്ട്. അന്ന് ഷോക്കും അടിച്ചു. അന്ന് കിട്ടിയ ഷോക്കിന്റെ ആയിരിക്കും ഇപ്പോഴത്തെ ഈ അസുഖം, അല്ലേ സുകുമാരി? എന്തായാലും ഇനി ഈ വീട്ടിൽ ബൾബ് കേടായാലേ ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ല കൃത്യമായിട്ട് അറിയുന്ന ഒരാളുണ്ടല്ലോ. കുഞ്ഞല്ലേ, ചാടിക്കേറി ചെയ്തോളുമല്ലോ. വരട്ടെ സുകുമാരി. എടി, ആകെ കുഴപ്പമായല്ലോ. നീ താഴേക്കൊരു ചാട്ടം ചാടിയതാ പ്രശ്നമായത്. അവര് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു മുത്തശ്ശി. എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്നാ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടുമില്ല. നിന്റെ ഭാഗത്തൊന്നും കുഴപ്പമൊന്നും വന്നില്ലല്ലോടി മോളെ. ജയഭാരതി മുത്തശ്ശി കണ്ടപ്പോ തന്നെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയില്ലേ, പിന്നെന്താ? ഓ എന്റെ ഈശ്വര, ആകെപ്പാടെ പിടിച്ചു നിൽക്കാനുള്ളൊരു കാര്യമായിരുന്നു. അത് കയ്യിന്ന് പോയാലുണ്ടല്ലോ. ഒരു കുഴപ്പവും വരില്ല മുത്തശ്ശി. അഥവാ അവർക്ക് സംശയം ഉണ്ടായാലും അതൊക്കെ മറികടക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. മോളെ രാധികെ, നമ്മൾ സംശയിച്ചതൊക്കെ ശരിയാണെന്നാ തോന്നുന്നേ. 3 മാസം ഗർഭിണിയായ ഒരു പെണ്ണിനോട് സ്റ്റൂളിന്റെ മുകളിൽ കയറി നിന്ന് ബൾബ് മാറ്റാൻ ആരെങ്കിലും പറയൂ? അതും സ്ഥിരബുദ്ധിയില്ലാത്ത ഒരുത്തിയോട്.
സുകുമാരി പറയുന്ന കണക്കാണെങ്കിൽ അവക്കിപ്പം മാസം 3. ഒരുപാട് കെയർ വേണ്ട സമയം. അങ്ങനെയുള്ള ഒരാളെ സ്റ്റൂളിൽ കയറ്റാൻ ഒരമ്മൂമ്മയും തയ്യാറാവില്ല. അവളെ അവിടെ നിന്ന് ചാടാനും സമ്മതിക്കില്ല. ഇനി അവളെ ബഹളം വെച്ചിട്ടെങ്ങാനും കയറിയതാണെങ്കിലോ? നീ ഒന്ന് പോയേ അവിടുന്ന്. അവള് സ്റ്റൂളിൽ നിന്ന് ചാടുന്നതേ ഞാൻ കൃത്യമായിട്ട് കണ്ടതാ. പക്ഷെ ഞാൻ കണ്ടു എന്ന് ബോധ്യമായപ്പോ അവൾ അവളുടെ കുട്ടിപ്രാന്ത് തുടങ്ങി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ മോളെ, പ്രിയങ്കയുടെ ഗർഭം സുകുമാരി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാ. ഇത് സുകുമാരിയുടെ ഒരു പ്ലാനിങ്ങാ. പക്ഷെ മുത്തശ്ശി, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളെങ്ങനെ തെളിയിക്കും? സത്യം അതാണെങ്കില് അത് താനെ തെളിഞ്ഞോളും. നമ്മളൊന്ന് ചെറുതായിട്ട് വഴിവെട്ടി കൊടുത്താ മതി. മോളൊരു കാര്യം ചെയ്യ, ഇത് ചൂടോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയാ. നമുക്കിപ്പൊ തന്നെ ഒരു പണി നോക്കിയാലോ? എന്താ? നീ വാ, ഗർഭിണിയായ ഒരു പെണ്ണിനെ നമുക്ക് ചെന്നൊന്ന് കാണാം. ഇത്രയും കാലം അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും ഞാനോ നീയോ അത് അംഗീകരിച്ചുമില്ല, അവളെ കെയർ ചെയ്തതുമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അവളെ കെയർ ചെയ്യാൻ പോവാ. മനസ്സിലായോടി മോളെ? മനസ്സിലായി മുത്തശ്ശി. മുത്തശ്ശി വാ, ഇത് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. വാ. ദാ നന്നായിട്ടങ്ങ് കഴിച്ചോണം. ആപ്പിള് കഴിക്കുന്നതേ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് നിറം വെക്കാൻ നല്ലതാ. ആ മുത്തശ്ശിയെ കൊണ്ട് നിനക്ക് ആപ്പിള് മുറിച്ചു തരാനൊക്കെ പറ്റൂ. അല്ലാത്ത വിധത്തിൽ നോക്കണമെങ്കിലേ നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാരും തന്നെ വിചാരിക്കണം. കാശുള്ളവരാ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ സുമാരിയമ്മേ? ഓ ഒന്നും ഇല്ല എന്റെ പത്മിനിയെ. ഞാനേ ഇവിടെ ഇരിക്കുന്ന 1-2 ആപ്പിൾ എടുത്ത് എന്റെ കൊച്ചിന് വെട്ടി കൊടുക്കുമായിരുന്നു. ഈ പരുവത്തിൽ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിലേ കുഞ്ഞിന് നിറം കാണില്ല. അതെ പത്മിനി, ഒരു കാര്യം ചെയ്യണം. വരുണിനോട് പറഞ്ഞ് ഇവൾക്ക് കുറച്ച് കുങ്കുമപ്പൂ വാങ്ങിപ്പിക്കണം. വാങ്ങിച്ച് തന്നാ മതി. നിങ്ങൾ ആരും അങ്ങോട്ട് വരികയും വേണ്ട, എടുത്തു കൊടുക്കുകയും വേണ്ട. ഞാൻ കൊടുത്തോളാം. ഓരോ ചടങ്ങുകളായിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ച് മതിയായില്ലല്ലേ? എന്ത് ചെയ്യിച്ചു എന്നാ? വേറെ വല്ലയിടത്തും ആയിരുന്നെങ്കിലേ ഇതും കൊണ്ട് നിൽക്കുമായിരുന്നോ? പിടിച്ചു നിർത്തി ചെയ്യാനുള്ളതൊക്കെ ചെയ്യിക്കില്ലേ?